വിശദമായി നോക്കാം. കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിശേഷിപ്പിക്കണമെന്ന വിചിത്ര നിർദ്ദേശവുമായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്. നിവേദകർക്കും അപേക്ഷകർക്കുമുള്ള മറുപടിയിലും ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണം. സെക്രട്ടേറിയറ്റിലെ വകുപ്പുകൾക്കാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങൾ, അപേക്ഷകൾ ഇതിന് മറുപടി നൽകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെ അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ബഹു എന്ന് ചേർക്കണമെന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ വിചിത്രമായ ഉത്തരവ്. പൊതുജനങ്ങളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവ പരിശോധനാ വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി നിവേദകർക്കും അപേക്ഷകർക്കും നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി മുഖ്യമന്ത്രി മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് ഈ ഉത്തരവിൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇത് എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ നിവേദനങ്ങൾക്കും അതുപോലെ തന്നെ പരാതികൾക്കും ഒക്കെ മറുപടി പറയുമ്പോൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ വിശേഷിപ്പിക്കുന്നതിന് മുമ്പ് എന്ന് ചേർത്ത് തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക് എന്ത് ബഹുമാനമാണ് ഇനിയും ഉദ്യോഗസ്ഥർ നൽകേണ്ടെന്ന ചോദ്യമാണ് പൊതുവിൽ വിമർശന രൂപത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ബഹുമാന സൂചകമായി തന്നെയാണ് എല്ലാ ഇടപാടുകളിലും, ഉത്തരവുകളായാലും അല്ലെങ്കിൽ കത്തിടപാടുകളായാലും ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അതിൽ ഇനിയും എന്ത് ബഹുമാനം എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. മാത്രമല്ല, ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഉദ്യോഗസ്ഥർ ആരോ ചെയ്ത പണിയാണ് എന്ന വിലയിരുത്തലുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സർക്കുലർ സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണത് ഇത്തരമൊരു തീരുമാനം വന്നെന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ വിമർശന വിധേയമായി മാറുകയാണ് ഈ ഒരു ഭരണപരിഷ്കാര വകുപ്പിന്, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഈ ഉത്തരവ്. പ്രതിപക്ഷവും അടക്കം ഇതിൽ നിലപാട് വൈകാതെ പ്രഖ്യാപിച്ചേക്കും. ഏതായാലും നേരത്തെ തന്നെ ഉള്ള ഒരു കാര്യം, അതെന്തിനാണ് ഇത്തരത്തിൽ വീണ്ടും ബഹു ചേർക്കണമെന്നൊരു വിചിത്ര നിർദ്ദേശം നൽകിയെന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി കനകക്കുന്നിൽ ഒരുക്കിയ പ്രവേശന കവാടത്തിൽ പഴയ തിരുവിതാംകൂർ രാജചിഹ്നം വെച്ച് ടൂറിസം വകുപ്പ്. രാജഭരണം മാറി ജനാധിപത്യം വന്നിട്ടും പഴയ രാജഭരണത്തോട് കൂറുള്ള ചിലർ ടൂറിസം വകുപ്പിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് രാജചിഹ്ന പ്രദർശനം. 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലത്തെ മുഖ്യ കവാടത്തിലാണ് രാജചിഹ്ന പ്രദർശനം. കനകക്കുന്നിലേക്ക് കയറുന്നതിന്റെ പ്രവേശന കവാടത്തിൽ ഒരു പ്രത്യേക കവാടം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ആ കവാടത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ രാജമുദ്ര, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ രാജമുദ്ര ആലേഖനം ചെയ്ത് അത് അവിടെ പതിപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇടത് ഭരണത്തിന്റെ കീഴിൽ രാജമുദ്രയ്ക്കും രാജഭരണത്തിനും എന്താണ് പ്രസക്തി എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതോടൊപ്പം ഈ രാജഭരണത്തോട് കൂറുള്ള ആരൊക്കെയോ വിനോദസഞ്ചാര വകുപ്പിലുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഓണം വാരാഘോഷം ഇന്നലെ കൊണ്ട് ഔദ്യോഗികമായി സമാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ രാജമുദ്രയും ഈ പ്രത്യേകമായി തയ്യാറാക്കിയ കവാടവുമൊക്കെ കൃത്യമായി കനകക്കുന്നിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ ആ സംഘാടകരുടെ സൗകര്യം അനുസരിച്ച് അവിടെ നിന്ന് മാറ്റിമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു നടപടി വിനോദസഞ്ചാര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായി ഉണ്ടായതിനെതിരെയാണ് ഇങ്ങനെ വിമർശനം ഉയരുന്നത്. ഡാൻ ഗുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പോലീസ് അതിക്രമങ്ങളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്റ്റേഷനുകൾക്ക് മുൻപിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC ഭാരവാഹികളും പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി. നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരമായ മർദ്ദനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ കോൺഗ്രസ് തുടക്കം കുറിച്ചത്. അതിന് പിന്നാലെ പീച്ചിയിലും സമാനമായി പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കെടുതികൾ നേരിടേണ്ടി വന്ന ഇരകളുടെ തുറന്നു പറച്ചിലുകളടക്കം വാർത്തയായതിന് പിന്നാലെയാണ്
പ്രതിഷേധ സദസ്സുമായി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കെ മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പോലീസ് രാജിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല എന്ന ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ചു. ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ 2 കാലിൽ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ്. അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം. ഒന്നാമത് പിണറായിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പുകാർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും. എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടുന്നില്ല. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആയി മാറിയിരിക്കുക. എല്ലായിടത്തും അക്രമങ്ങളാണ്. നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ CPM ഭരിക്കുന്ന മുഖ്യമന്ത്രിയും നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണം. സമാനമായ തരത്തിൽ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കളും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയത്. അതായത് നിയമസഭാ സമ്മേളനത്തിൽ പോലീസ് അതിക്രമങ്ങൾ ഗൌരവമേറിയൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നതിന് മുന്നോടിയായാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഈ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി കെ മുരളീധരൻ. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ അടിച്ച് കാലൊടിക്കുമെന്നും കെ മുരളീധരൻ ഭീഷണി മുഴക്കി. പോലീസിന്റെ തലപ്പത്തുള്ള ശ്രമിച്ചാൽ പോലും ഈ കശ്മലന്മാരെ രക്ഷിക്കാൻ ഒരു കൂട്ടിറങ്ങിയിരിക്കുകയാണ് ഇപ്പോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഈ 4 വിദ്വാന്മാരെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാ ശരി, പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. ഞാൻ അത്രേ പറയുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികളുണ്ട്. ഇന്ന് തന്നെ അവരോട് പറഞ്ഞിരിക്കുകയാണ്, പ്രതിഷേധ സദസ്സാണ്, ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസരമുണ്ട്. ഒരു യൂണിഫോം ഇട്ട് പുറത്തു വന്നാൽ അന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളും ചെയ്തോളാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര ASPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും. യുവ ഡോക്ടറുടെ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തൃക്കാക്കര പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുക എന്നൊരു പ്രൊസീജിയറിലേക്കായിരിക്കും പോലീസ് കടക്കുകയും ചെയ്യുക. ഇന്നലെയും ഇന്നുമായിരുന്നു വേടന്റെ ചോദ്യം ചെയ്യൽ. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. വൈകിട്ട് 4 മണിക്കാണ് വിട്ടയച്ചത്. ഇന്ന് സമാനമായ രീതിയിൽ രാവിലെ 10 മണിക്ക് വേടൻ ഹാജരായി. ഉച്ചയോടുകൂടിയാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾക്കും വലിയ പരാതികൾക്കും ഒടുവിലാണ് കോടതി ജാമ്യം അനുവദിക്കുകയും പിന്നീട് വേടനെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് വിളിപ്പിക്കുകയും ചെയ്തത്. യുവ ഡോക്ടർ നൽകുന്ന പരാതി അനുസരിച്ച് തന്നെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ്. കോഴിക്കോടും കൊച്ചിയിലും പലയിടങ്ങളിലായി ഫ്ളാറ്റിലും വീടുകളിലും വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് വേടൻ താനുമായി പിരിയുകയായിരുന്നു. അത് തനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. ഒപ്പം താനുമായി ചില സാമ്പത്തിക ഇടപാട് വേടനുണ്ടായി എന്നുകൂടി ഈ യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്.
ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ, സാമ്പത്തിക ഇടപാടിന്റെ കൃത്യമായിട്ടുള്ള ബാങ്ക് രേഖകൾ ഇതടക്കമാണ് യുവതി പോലീസിന് നൽകുകയും ചെയ്തത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്തത്. കോടതിയിലടക്കം വേടൻ പറഞ്ഞത്, ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞത്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ്, തനിക്ക് എതിരായിട്ട് വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഇനിയും പരാതികൾ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുകൂടി വേടൻ പറയുന്നുണ്ട്. ഒപ്പം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമാകുക എന്ന കോടതിയുടെ നിർണായക ചോദ്യവും വേടന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇനി കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുക എന്നത് മാത്രമായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം. എന്തായാലും വേടനെ സംബന്ധിച്ച് കുറച്ചു നാളത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് കോന്നിയിലെ ഒരു പരിപാടിയിൽ, സംഗീത പരിപാടിയിൽ വേടൻ എത്തുകയും അവിടെ വെച്ച് താൻ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. വേടൻ പ്രധാനമായും പറഞ്ഞത് താൻ ഒരു കലാകാരനാണ്, ഒരു കലാകാരനെ നശിപ്പിക്കാൻ കഴിയില്ല, താൻ ഇവിടെ തന്നെ ജീവിച്ചു മരിക്കും, അങ്ങനെയുള്ളൊരു ഉറപ്പ് കൂടിയാണ് വേടൻ അന്ന് പരിപാടിയിൽ എത്തിയപ്പോൾ സമൂഹത്തോടായി പറയുകയും ചെയ്തത്. എന്തായാലും പോലീസ് അടുത്ത നടപടി എന്നോണം കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. യുവതിയുടെ മൊഴിയും നേരത്തെ വിശദമായി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉരുണ്ടുകളി തുടർന്ന് കേന്ദ്ര സർക്കാർ. തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ 3 ആഴ്ച കൂടി സാവകാശം തേടി. ഏത് മന്ത്രാലയമാണ് തീരുമാനം എടുക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പമെന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. അതേസമയം കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയ കാര്യം ഹൈക്കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ വീണ്ടും കേന്ദ്രം ഉരുണ്ടുകളിക്കുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം 13-ാം തീയതി അവസാന അവസരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ മാസം ഇന്ന് 10-ാം തീയതി അതിലുള്ള അന്തിമ തീരുമാനം അറിയിക്കണമെന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാകുമ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായില്ല എന്നുള്ള കാര്യമായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ കോടതിയെ അറിയിച്ചിരുന്നത്. ഓണക്കാല അവധി കഴിഞ്ഞ ശേഷം താൻ നേരിട്ട് കോടതിയിൽ ഹാജരാകാം, അപ്പോൾ അറിയിക്കാമെന്നായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ അന്ന് കോടതിയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് കൃത്യമായി 10-ാം തീയതി, അതായത് ഇന്ന് അവസാന അവസരമാണ്, അന്തിമ അവസരമാണ്, മറ്റൊരു അവസരം കൂടി തരില്ല എന്ന് കേന്ദ്രത്തോട് കോടതി പറഞ്ഞിരുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നും വീണ്ടും കേന്ദ്രം വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉരുണ്ടു കളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഏത് മന്ത്രാലയമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. അതേസമയം കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ വായ്പകളെല്ലാം എഴുതിത്തള്ളിയ കാര്യവും കോടതി കേന്ദ്രത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം, ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം എന്നും ഹൈക്കോടതി സൂചിപ്പിക്കുകയുണ്ടായി. 3 ആഴ്ച സമയം നൽകിയിട്ടുണ്ട്. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ എന്താണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കാര്യത്തിൽ കേന്ദ്രം എടുക്കുന്ന നിലപാട് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം 4-ാമത്തെ ആഴ്ചയിൽ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അപ്പോൾ കൃത്യമായ മറുപടി ഉണ്ടാകണമെന്നും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സവാസിനും അടങ്ങിയ ബെഞ്ച് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരും. തിങ്കളാഴ്ച വരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി നീട്ടിയത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ടോൾ പിരിവിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ഓൺലൈനായി കോടതിയിൽ ഹാജരായിരുന്നു. ഇതുവരെ നടന്ന നടപടികൾ കളക്ടർ കോടതിയിൽ വിശദീകരിച്ചു. ഇടക്കാല കമ്മിറ്റിയുടെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ടോൾ പിരിവ് മതിയെന്നാണ് കോടതി നിലപാടെടുത്തത്. എത്രയും വേഗം ടോൾ പിരിവ് അനുവദിക്കണമെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ശബരിമലയിൽ ദ്വാരകപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ്. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണമെന്ന് ഉത്തരവുണ്ട്. ഹൈക്കോടതിയുടെ അനുമതിയും അനിവാര്യമായിരുന്നുവെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. അനുമതി തേടാൻ ദേവസ്വം ബോർഡിന് മതിയായ സമയം ഉണ്ടായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശനം. സംഭവത്തിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. BJPയുടെ വളർച്ച കണക്ക് കൂട്ടലിനപ്പുറമെന്ന് CPI. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നു കയറിയതായും സംസ്ഥാന സമ്മേളനത്തിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ കളർകോട് തുടക്കമായി.
ഭാവി ഇന്ത്യക്ക് കമ്മ്യൂണിസ്റ്റ് ഐക്യം അനിവാര്യമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ CPI ജനറൽ സെക്രട്ടറി D. രാജ ആവർത്തിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയം ആവർത്തിക്കുമെന്നും രാജ പറഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹിജൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, BJPയുടെ വളർച്ച അത് കണക്കുകൂട്ടലിനപ്പുറമാണ് എന്ന് പറയുന്ന കരട് രാഷ്ട്രീയ പ്രമേയം, ഇതടക്കമുള്ള മറ്റ് വിശദാംശങ്ങൾ. 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അതിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിലാണ് CPI സംസ്ഥാന സമ്മേളനത്തിലാണ് ആലപ്പുഴ വേദിയായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കാനം രാജേന്ദ്രൻ നഗറിലാണ്. എന്തായാലും സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിനും അപ്പുറമാണ് എന്നൊരു വിലയിരുത്തലിലേക്കാണ് ആ രാഷ്ട്രീയ പ്രമേയം പോകുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അത്തരത്തിൽ ഈ ഫാസിസ്റ്റ് നയങ്ങളെയും BJPയുടെ ഫാസിസ്റ്റ് ആധിപത്യത്തെയും പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി സംഘടിതമായ ഇടത് ശക്തികൾ ഒന്നിക്കണമെന്നുള്ള ആവശ്യം ഇവിടെയും ആവർത്തിക്കപ്പെട്ടു. CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D. രാജ തന്നെയാണ് അത്തരത്തിലൊരു കാര്യം ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ അക്കാര്യം ആവശ്യപ്പെട്ടത്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ മാത്രം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതീകാത്മകമായ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന രീതി ഒഴിവാക്കണം, അത് അവസാനിപ്പിക്കണം. മാത്രമല്ല താഴ്ത്തട്ടിലേക്ക് ഇറങ്ങി ആഴത്തിലുള്ള പ്രവർത്തനമാണ് ആവശ്യമുള്ളതെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ വരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ച ആരംഭിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യം പ്രവർത്തന റിപ്പോർട്ടിൽ എന്തായാലും അത്തരത്തിൽ ആഴത്തിലുള്ള വിമർശനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പ്രവർത്തകർ പ്രതിനിധികൾ ചർച്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അത്തരം വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായങ്ങളോട് കാണിച്ചു വരുന്ന ഒരു സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തിലൊക്കെ വരുന്ന പാളിച്ചകൾ, കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പരിഗണനയിൽ വരുന്ന ഇടത് സർക്കാരിന്റെ പരിഗണനയിൽ വരുന്ന പ്രത്യേകിച്ച് CPM കൈക്കൊള്ളുന്ന ഒരു മുൻഗണന കാര്യങ്ങൾക്ക് നൽകുന്ന മുൻഗണനയിലുള്ള ക്രമത്തിൽ വരുന്ന പാളിച്ചകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം MR അജിത്കുമാറിന്റെ വിഷയവും ഇത്തവണയും വിമർശനമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് മാത്രമല്ല, നമുക്കറിയാം ആലപ്പുഴയിലാണ് സമ്മേളനം നടക്കുന്നത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, കള്ള് വ്യവസായത്തിൽ ഉണ്ടായിട്ടുള്ളത്, കയർ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പരമ്പരാഗത തൊഴിലാളി വർഗം നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ എന്തായാലും ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായപരിധി അടക്കമുള്ള കാര്യങ്ങളിലും ചില നിർണായകമായ തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതടക്കമുള്ള വിഷയങ്ങളിലുമൊക്കെ അത്ര നിർണായകമായ തീരുമാനങ്ങളും ഇന്ന് വരുന്ന സംഘടനാ റിപ്പോർട്ടിന്മേൽ, പ്രവർത്തന റിപ്പോർട്ടിന്മേൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും 538 പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. രാവിലെ വയലാറിൽ നിന്നും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും കൊണ്ടുവന്ന ദീപശിഖ പുനപ്രയിൽ നിന്നും വനിതാ അത്ലറ്റുകൾ ഏറ്റുവാങ്ങി. അവരിൽ നിന്നുമാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കാനം രാജേന്ദ്രൻ നഗറായി ഈ സമ്മേളന നഗരിയിൽ, കളർകോടത്തെ ഈ സമ്മേളന നഗരിയിൽ ആ ദീപശിഖ പകർന്നത്. പിന്നീട് ആണ് ഉദ്ഘാടന സെഷൻ നടന്നത്. ഉദ്ഘാടന സെഷൻ പങ്കെടുത്തുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഖിലേന്ത്യാ സെക്രട്ടറി D. രാജയായിരുന്നു. ഇത്തരത്തിൽ നമുക്കറിയാം നിലവിലത്തെ സാഹചര്യങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ, ലോക്കപ്പ് വർധനം അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൊല്ലവും എറണാകുളവും പത്തനംതിട്ടയും അടക്കമുള്ള സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. അത്തരം വിമർശനങ്ങളൊക്കെ ഉയരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും നിലവിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വം തന്നെ തുടരുമെന്നുള്ള അത്തരം കാര്യങ്ങളൊന്നും യാതൊരു തർക്കവുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. ഏതെങ്കിലും തരത്തിലുള്ള മത്സരങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചന നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട്, വിഭിന്ന സ്വരങ്ങൾ ഉയർന്നു വന്നിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും ഇടപെടൽ നടത്തിക്കൊണ്ട്, അനുനയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ടാണ് ഇങ്ങനെ സമ്മേളന വേദിയിലേക്ക് CPI ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളാണ് ഏറ്റവും നിർണായകമായുള്ളത്. പ്രതിനിധി സമ്മേളന സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, ഒപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളിലൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സമ്മേളന നഗരിയിൽ നിന്ന് ശരണ്യ സ്നേഹിജനാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാവി ഇന്ത്യക്ക് കമ്മ്യൂണിസ്റ്റ് ഐക്യം അനിവാര്യമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ CPI ജനറൽ സെക്രട്ടറി D. രാജ ആവർത്തിച്ചു പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം. Is there? We will save India. We will save democracy. That message we must give to the people of the country.
So our party Congress should emerge as a Congress of hope and determination to the people. Same way, the present State Conference of Kerala should emerge as a conference of hope for the future of Kerala. MLA സ്ഥാനത്ത് 2 തവണ പൂർത്തിയാക്കിയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ലെന്ന നിലപാടിൽ CPI. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന എക്സിക്യൂട്ടീവിലാണ് ധാരണയായത്. ഇതോടെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കുറി സീറ്റ് ഉണ്ടായേക്കില്ല. എന്നാൽ പ്രായപരിധി മാനദണ്ഡം എടുത്തു കളയണമെന്ന നിലപാടിലാണ് CPI. കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയ 75 വയസ്സെന്ന മാനദണ്ഡം ഒഴിവാക്കാനാണ് ധാരണ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുന്ന ഒരു തീരുമാനമാണ് ഈ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കൈക്കൊള്ളാനായി പോകുന്നത്. അതിൽ നേരത്തെ തന്നെ അതിന്റെ സൂചനകൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് 2 ടേം നിബന്ധന എന്നത് നിർബന്ധമാക്കും എന്നുള്ളതാണ്. 2 ടേം വിജയിച്ച, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും 2 ടേം വിജയിച്ച ആളുകളെ പിന്നീട് മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPI എത്തി നിൽക്കുന്നത്. അത് സമ്മേളനത്തിൽ ഭാവി പരിപാടികളുടെ ഭാഗമായി ആ ഒരു തീരുമാനം അവതരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും അത്തരത്തിലുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് തത്വത്തിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPI കടക്കുന്ന ഘട്ടത്തിൽ കെ രാജൻ ഉൾപ്പെടെയുള്ള, നിലവിൽ മന്ത്രിസഭയിലുള്ള കെ രാജൻ ഉൾപ്പെടെയുള്ള 9 സിറ്റിംഗ് MLA-മാർക്ക് തുടർന്ന് മത്സരിക്കാനാകാത്ത ഒരു സാഹചര്യം വരും. കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത്തരമൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടാൽ സ്വാഗതം ചെയ്യും എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലൊരു 9 സിറ്റിംഗ് MLA-മാരെ മാറ്റി നിർത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് CPI പോകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ 2 ടേം നിബന്ധന എന്നുള്ളത് CPM ഉൾപ്പെടെ അതിനകത്ത് ഇളവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചനകളിലേക്ക് കടന്നിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് കുറച്ചുകൂടി കർശനമായി തന്നെ ഈ 2 ടേം എന്നുള്ളത്, 2 ടേം മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് CPI എത്തുന്നത് എന്നുള്ളതാണ്. ഈ മറ്റൊരു പ്രായപരിധിയിൽ വന്നിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് 75 വയസ്സെന്നുള്ള പ്രായപരിധി മാനദണ്ഡം എടുത്തു കളയുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. അതായത് 75 വയസ്സ് കഴിഞ്ഞവർ പിന്നെ സംസ്ഥാന നേതൃനിരയിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിത്വങ്ങളിലടക്കം വരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അത് പിന്നീട് പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ, അത്തരത്തിൽ കെ ഇസ്മയിലും പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് മാത്രം ചുരുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പന്ന്യൻ രവീന്ദ്രനെ സംസ്ഥാന കൗൺസിലിലേക്ക് ക്ഷണിതാവായി കൊണ്ടുവരികയും ഒപ്പം തന്നെ അദ്ദേഹത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം മത്സരിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് ഈ കേരളത്തിൽ മാത്രം CPI നടപ്പിലാക്കി വരുന്ന ഒരു രീതിയാണ്. അത് തുടരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതേസമയം ജില്ലാ സെക്രട്ടറിമാരുടെ പ്രായപരിധി 65 വയസ്സായി ചുരുക്കും എന്നുള്ള കാര്യവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ, പുതുതലമുറയെ കൂടുതലായി കേന്ദ്രീകരിച്ച് അവരെ കൂടുതലായി പാർലമെന്ററി രംഗത്തേക്ക് അടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിരിക്കും 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനം. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ജി സുധാകരനെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് സജി ചെറിയാൻ. ജി സുധാകരൻ പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുകയും പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്ന് സജി ചെറിയാൻ Q18-ൽ പറഞ്ഞു. തന്നെ ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹത്തിന് സംശയമാണെന്നും അത് സംസാരിച്ച് പരിഹരിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുകയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴയിൽ നേതാക്കന്മാരുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, പറയാനുള്ളതൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അതിപ്പോ മന്ത്രി സജി ചെറിയാനാണെങ്കിലും മുൻ മന്ത്രി ജി സുധാകരനാണെങ്കിലും ഒക്കെ. പക്ഷേ അദ്ദേഹം ഈ തുറന്നു പറയുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ അങ്ങനെ ചർച്ചയാവുകയും ചെയ്യുന്നു. കൃഷ്ണപിള്ള ഓർമ്മദിനത്തിന് ക്ഷണിച്ചില്ല അദ്ദേഹത്തെ, അങ്ങനെ ചില വിവാദങ്ങളൊക്കെ. സുധാകരൻ സാറ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായത്തിൻ്റെ പ്രശ്നം പാർട്ടി വന്നു. അദ്ദേഹത്തിന് 75 വയസ്സായപ്പോൾ ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഒഴിയേണ്ടി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധാരണ പാർട്ടി അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പം ജില്ലാ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡർ എന്ന നിലയിൽ പ്രായത്തിൻ്റെ ഭാഗമായി ഘടകങ്ങളിൽ ഒഴിയേണ്ടി വന്നത് എല്ലാവർക്കും ബാധകമായതുകൊണ്ട് അദ്ദേഹത്തിന് ബാധകമായി എന്നുള്ളതല്ലാതെ അദ്ദേഹം DCRPC വരികയും DCRPCയിൽ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുകയും അദ്ദേഹം പാർട്ടിയുമായി അങ്ങ് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ഞാൻ കഴിയുമോ?
പിന്നെ മാറ്റി നിർത്താൻ ആരും ആലോചിക്കുമോ? അങ്ങനെ ആരും മാറ്റി നിർത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല, ആലോചിക്കത്തുമില്ല. ഒരു അക്ഷരം ഞങ്ങളാരും അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പം ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ചെറിയ സംശയങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകാം. അപ്പോൾ അത് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കുകയും ചെയ്യും. ബി.ജെ.പിയിൽ ധൂർത്ത് എന്ന പരാതിയെക്കുറിച്ചുള്ള വാർത്തയിൽ ക്ഷുഭിതനായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ചെലവ് കൂടിയെന്ന് നിങ്ങളാണോ പറയേണ്ടതെന്നും വേറെ എന്തെങ്കിലും പണി നോക്കണമെന്നുമായിരുന്നു പ്രതികരണം. ബി.ജെ.പിക്കുള്ളിൽ വലിയ ചെലവ്, കൂടുതൽ ചെലവാണെന്നുള്ളൊരു ആക്ഷേപം ഇങ്ങനെ പറയുന്നു. നിങ്ങളാ പറയുന്നത്? വേറെ പണി നോക്കുന്നു. അനുചിതമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്വർണ്ണപാളി ഇലക്ഷൻ അനുചിതമാണെന്ന് കഴിക്കട്ടെ. ഹേമ കമ്മിറ്റി സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് നടത്തിയ പ്രതികരണം ഏറ്റെടുത്ത സിനിമാ മേഖല. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളിൽ പലതും ഊഹവും നിഗമനവും മാത്രമെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരായ ആക്ഷേപങ്ങൾ തള്ളി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. താൻ പറഞ്ഞത് പൂർണ്ണമായി കേൾക്കാതെയാണ് സാന്ദ്ര തോമസിന്റെ പ്രതികരണമെന്നാണ് മന്ത്രിയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് മൊത്തം കേട്ട് കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതകൾ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ നൽകിയ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞു. കേരളത്തിലെ വനിതകൾ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഹേമ കമ്മിറ്റി സംബന്ധിച്ച പ്രതികരണം സജി ചെറിയാൻ നടത്തിയത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മിനിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിലും അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ള അവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്രമേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്രനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി ഒരു പേരുദോഷം കേൾക്കാത്ത ഒരാളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കുക. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ കുറേയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവർ എഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടലുകളുടെ ഭാഗമായിട്ട്. അതിന് അവരുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള മറുപടി. ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്നാളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളെതിരല്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ
ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണമെങ്കിലും ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. അപർണ കുറുപ്പ് തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അപർണ, ഇപ്പോൾ ചില പരാതികളെങ്കിലും ഊഹാപോഹങ്ങളാണ് എന്ന തരത്തിൽ മന്ത്രി പ്രതികരണം നടത്തുകയുണ്ടായിട്ടുണ്ട് Q18-ൽ. അതോടൊപ്പം ഈ വമ്പൻ സ്രാവുകളുടെ പേരുകളൊന്നും പ്രതീക്ഷിച്ചതുപോലെ ഇല്ല, പലതും തിരക്കഥകൾ മാത്രമാണ്, അങ്ങനെ ഊഹാപോഹങ്ങൾക്ക് മാത്രം വിട്ടുകൊടുക്കേണ്ട ചില പരാതികൾ എന്ന തരത്തിലൊക്കെ മന്ത്രിയുടെ വാക്കുകൾ വന്നതിനെ വലിയ രീതിയിൽ വിമർശനത്തോടുകൂടി സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ വിമർശനത്തോടുകൂടി കാണുകയും രംഗത്ത് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതിനാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം. കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മന്ത്രി രംഗത്തെത്തി സംസാരിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ആര്യ, പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പലതരത്തിലുള്ള പരാതികൾ വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്ന പല പരാതികളുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് SIT കടന്ന സമയത്ത് പാർവതി തിരുവോത്ത് അടക്കമുള്ള പല താരങ്ങളും നടിമാരും തുറന്ന അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. ഈ കേസന്വേഷണം നിന്നു പോകുന്നതിന് കാരണം സർക്കാരിന് വേണ്ടത്ര ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അന്ന് ഒരു ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ WCC തന്നെ അതിൽ രണ്ട് തരത്തിലുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് പലരും സ്വീകരിക്കുക പോലും ചെയ്തത്. ആ സമയത്ത് ഉയർന്ന ചോദ്യങ്ങൾക്കടക്കമുള്ള മറുപടിയായിരുന്നു മന്ത്രി സജി ചെറിയാൻ Q18-നോട് പറഞ്ഞത്. ആ സമയത്ത് ഒരുപാട് സ്പെക്കുലേഷൻസിൽ വരിക, ആ തരത്തിലുള്ള ചർച്ചകൾ നടന്നത്, പല താരങ്ങളുടെയും വലിയ താരങ്ങളുടെയും പേരുകൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളായിരുന്നു. അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേര് അതിനകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി Q18-നോട് പറഞ്ഞത്. ഇതിനകത്ത് ഉള്ള റിപ്പോർട്ടുകൾ, അത് റിപ്പോർട്ടുകൾ എന്ന് മന്ത്രി ഉദ്ദേശിച്ചത് ഈ മൊഴികൾ പലതും ഈ തരത്തിൽ ഒരു പേരും കൃത്യമായി പറയാതെ, അല്ലെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി കൃത്യമായി കൊടുക്കാത്ത തരത്തിലുള്ള നീണ്ട തിരക്കഥകൾ പോലെയാണ് എടുത്തിരിക്കുന്നത്. സർക്കാരിന് അതിൽ ഏതെങ്കിലും തരത്തിൽ ഊഹിച്ചുകൊണ്ട് ആർക്കെതിരെയെങ്കിലും നടപടിയെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു പരാമർശമാണ് മന്ത്രി നടത്തിയത്. അതേസമയം പല പരാതികളും നിന്നുപോയതിനെ കുറിച്ചും ശക്തമായിട്ടുള്ള ഒരു എവിഡൻസ് കൃത്യമായി അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. സർക്കാർ കൃത്യമായ സംരക്ഷണം കൊടുക്കും, പോലീസ് കൃത്യമായ സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പല പരാതിക്കാരും പിൻവാങ്ങിയത് എന്നുള്ളൊരു സംശയം കൂടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ഒരുപക്ഷെ ഇതാണ് പലതരത്തിൽ ഈ മൊഴികൾ കൊടുത്തവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഒരു ഭാഗത്തുനിന്ന്. ഒപ്പം സിനിമാ നയം 2 മാസത്തിനുള്ളിൽ വരികയാണ്. ലൊക്കേഷൻ തൊട്ട് ഓഡിഷൻ തൊട്ട് ലൊക്കേഷൻ വരെ മോണിറ്ററിംഗ് എന്നുള്ള നിർദ്ദേശത്തിലേക്ക് സർക്കാർ കടക്കുന്നു. അതും സിനിമാ പ്രവർത്തനത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണ് സർക്കാർ എന്ന തരത്തിലുള്ള പരാമർശങ്ങളും സിനിമാ മേഖലകളിൽ നിന്നുള്ളവർ സമൂഹ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ രണ്ട് വിഷയത്തിൽ ഒപ്പമാണ് സാന്ദ്ര തോമസ് ഇന്നലെ വലിയ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തത്. അത് ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ പരാമർശം നടത്തിയതെന്ന് മുൻപും സിനിമാ കോൺക്ലേവ് സമയത്തും സാന്ദ്ര ഉയർത്തിയൊരു വിമർശനമാണ്. അതിൽ അല്പം കൂടി കടുപ്പിച്ചുകൊണ്ടാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. ഇതിനെല്ലാം ഉള്ള ഒരു മറുപടിയായിട്ട് ഈ അഭിമുഖം നടന്നത് തങ്ങൾ സ്ത്രീ സംരക്ഷണം എന്നുള്ളൊരു വാക്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയല്ല എന്നാണ് മന്ത്രി ഇന്ന് ദില്ലിയിൽ മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണം. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ അഭിമുഖം നിങ്ങൾ പൂർണ്ണമായി കണ്ടു നോക്കിക്കോളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ പറഞ്ഞ രണ്ടാമത്തെ വിഷയം, ഈ ലൊക്കേഷൻ, ഈ ഓഡിഷൻ സ്ഥലം അടക്കം മോണിറ്ററിംഗ് വരുമെന്നുള്ള ഒരു വിഷയം ഏത് തരത്തിലാണ് പ്രാക്ടിക്കൽ ആവുക, അത് സിനിമയുടെ പ്രവർത്തനത്തെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന തരത്തിലുള്ള ഒരു ചർച്ച സിനിമാ മേഖലയിൽ നടന്നും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആര്യ, അപർണ കുറുപ്പാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. മന്ത്രി സജി ചെറിയാനുമായുള്ള ഈ അഭിമുഖത്തിന്റെ Q18 പൂർണ്ണ രൂപം കാണാം ഇന്ന് രാത്രി 8:30 ന്യൂസ് 18. കാന്താര 2-ന് കേരളത്തിൽ വിലക്ക്. കളക്ഷൻ തുകയുടെ 55% വിഹിതം ആവശ്യപ്പെട്ടതിനാൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. എന്നാൽ ഫിയോക്കിനെ തള്ളി ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ രംഗത്ത് വന്നു.
പ്രേക്ഷകരേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായിട്ടുള്ള കാന്താര 2 കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിൽ ഈ ചിത്രം വിതരണത്തിനായി എത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഒപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനുമാണ്. ഇവരുമായി നടത്തിയ ചർച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി ഇതിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിതരണക്കാർ ആവശ്യപ്പെട്ടത് ചിത്രത്തിന്റെ കളക്ഷനിലെ 2 ആഴ്ചത്തെ കളക്ഷനിലെ 55% വിഹിതം വിതരണക്കാർക്ക് നൽകണമെന്നാണ്. പക്ഷേ ഇത് തിയേറ്റർ ഉടമകൾ പറയുന്നത് അത് തങ്ങളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആളുകൾ ഇടിച്ചു കയറും അല്ലെങ്കിൽ വലിയ കളക്ഷൻ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകൾ. ആദ്യത്തെ ആഴ്ചത്തെ കളക്ഷൻ അതിൽ 55% നൽകുവാൻ അവർ തയ്യാറാണ്. പക്ഷേ അടുപ്പിച്ചുള്ള 2 ആഴ്ചത്തെ കളക്ഷൻ 55%-ഓളം വിതരണക്കാർക്ക് നൽകി കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കായിരിക്കും തിയേറ്റർ ഉടമകളെ കൊണ്ട് എത്തിക്കുക എന്നൊരു വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ വിതരണക്കാർ പൃഥ്വിരാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിക്കോട്ടെ ഈ നിലപാടിൽ നിന്നും പിന്നോട്ട് മാറിയിട്ടില്ല. ഇതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെടുകയും സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കില്ല എന്ന് ഫിയോക്ക് നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് ലിബർട്ടി ബഷീർ രംഗത്തെത്തുകയും ചെയ്തു. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനും നിർമ്മാതാവുമായിട്ടുള്ള ലിബർട്ടി ബഷീർ പറയുന്നത് ഇതിന്റെ ഫിയോക്കിന്റെ പ്രസിഡന്റിന്റെ വ്യക്തി താല്പര്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 2-ന് അതായത് നേരത്തെ എന്നാണോ തിയേറ്ററുകളിൽ എത്തിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ആ ദിവസത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നുകൂടിയാണ് ലിബർട്ടി ബഷീർ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കേരള സർവകലാശാല രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് തിരിച്ചടി. VC-യുടെ നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. രജിസ്ട്രാറുടെ ആവശ്യങ്ങൾ നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. സസ്പെൻഷൻ തുടരണോ എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധി സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ അംഗീകരിക്കുന്നതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ പ്രതികരിച്ചു. കേരള സർവകലാശാല രജിസ്ട്രാർ പദവി തർക്കത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന് തിരിച്ചടിയാകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. സസ്പെൻഷൻ നടപടി നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. സിൻഡിക്കേറ്റിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സിൻഡിക്കേറ്റിന് അന്തിമ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ KS അനിൽകുമാറിന് സസ്പെൻഷൻ നൽകുന്ന നടപടിയിലേക്ക് VC കടന്നത്. തനിക്ക് സസ്പെൻഷൻ നൽകേണ്ടെന്ന ഉത്തരവാദിത്തം VC-യുടെ ചുമതലയിലില്ല, അല്ലെങ്കിൽ അതിനുള്ള പരിരക്ഷ VC-ക്കില്ല എന്ന് തന്നെയാണ് കോടതിയെ രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നത്. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് തന്റെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് പിൻവലിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ ഡോക്ടർ KS അനിൽകുമാർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നത്. എന്നിരുന്നാൽ ഇപ്പോൾ കോടതി അന്തിമമായി തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സസ്പെൻഷൻ നടപടി നിലനിൽക്കും. അത് വീണ്ടും VC സിൻഡിക്കേറ്റുമായി സംസാരിച്ച ശേഷം അതിൽ അന്തിമ തീരുമാനമുണ്ടാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്ത്യയുമായുള്ള തീരുവ തർക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയയുന്നു. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും ട്രംപ് നിലപാട് അറിയിച്ചു. ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ US ഏർപ്പെടുത്തിയതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും 2 രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും ട്രംപ് നിലപാട് മയപ്പെടുത്തി. നേരത്തെ വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഇന്ത്യ കാലങ്ങളായി US-ൽ നിന്ന് വൻ തീരുവ ഈടാക്കിയിരുന്നുവെന്നും അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷത്തിന് മാത്രം ഗുണമുള്ളതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ ഉയർന്ന തീരുവ ഈടാക്കുന്നതിന് ഉദാഹരണമായി ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ വ്യാപാരമായിരുന്നു ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ വിഷയത്തിൽ ഫെഡറൽ കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പും നിലവിലെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവ അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണവുമെത്തി. ഇന്ത്യയും US-ഉം അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണ്. ഇന്ത്യ-US സഹകരണത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കാൻ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്നുറപ്പുണ്ട്.
ഈ ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കുന്നതിനായി താനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്തയാഴ്ച വീണ്ടും തുടങ്ങിയേക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതോടെ തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഖത്തറിൽ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസ് സ്ഥിരീകരിച്ചത്. അതേസമയം ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തി. ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണം ഖത്തറിന്റെ സവിശേഷമായ നയതന്ത്ര പദ്ധതിക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഹമാസിന്റെ ഒരു പൊളിറ്റിക്കൽ ഓഫീസിന് ഇടം കൊടുക്കാനും ഇസ്രായേലുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്താനും യുഎസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രത്തിന് ആസ്ഥാനമാകാനും എല്ലാം സാധിക്കുന്ന അതിശക്തമായൊരു നയതന്ത്ര പദ്ധതിയാണ് ഖത്തർ പിന്തുടരുന്നത്. ഖത്തറിന് ഈ വിഷയത്തിൽ ഇടനില നിൽക്കാൻ കഴിയുന്നത് നിഷ്പക്ഷവും വിശ്വാസ്യതയുള്ളതുമായ ഒരു അന്തരീക്ഷവും നൽകാൻ കഴിയുന്നത് മൂലമാണ്. ഈ അന്തരീക്ഷത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുകയും അതുവഴി വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്യുക എന്ന ഖത്തറിന്റെ ഇടനില താൽപര്യത്തെ നശിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഖത്തറിന്റെ നയസമീപനം എന്തായിരിക്കുമെന്നത് ഇനി നിർണായകമാണ്. എന്നാൽ ഖത്തറിന്റെ ഇടനില പദവിയുടെ കരുത്തു കുറയുന്നതോടെ പുതിയ ഇടനിലക്കാർ മുൻപോട്ട് വരാനിടയുണ്ട്. ഈജിപ്താണ് ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന മറ്റൊരു രാജ്യം. ഒമാനും രംഗത്തുണ്ട്. യുഎസ് ഇവരിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. ഹമാസിനെ ഭൂമിശാസ്ത്രപരമായി തന്നെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന രാജ്യമാണ് ഈജിപ്ത്. ഖാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ പോകുന്നത് ഈജിപ്തിലെ റഫ ക്രോസിംഗിലൂടെയാണ്. ഇസ്രായേലിന് നിയന്ത്രണമില്ലാത്ത ഖാസ കവാട്. ഖത്തറിനെ അപേക്ഷിച്ച് യുഎസുമായും ഇസ്രായേലുമായും പുലർത്തുന്ന അടുപ്പം പ്രത്യേകതയുള്ളതാണ്. അതിനിടെ ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ സ്വന്തം നിലയിൽ കൈക്കൊണ്ടതാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. അതേസമയം ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. 5 പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസ് പറയുന്നത്. ഖത്തറിന്റെ സുരക്ഷാ സേനാംഗമാണ് കൊല്ലപ്പെട്ട 6ാമത്തെ വ്യക്തി. ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തി. അന്താരാഷ്ട്ര നിയമതത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് അറബ് രാജ്യങ്ങളുടെ മുന്നറിയിപ്പ്. പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജൻസി പ്രക്ഷോഭത്തിൽ ആളിക്കത്തി നേപ്പാൾ. പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. പാർലമെന്റും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളും അടക്കം പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചു. അതേസമയം സമാധാന ചർച്ചകളോട് പ്രക്ഷോഭകാരികൾ സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു. സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ ഉടലെടുത്ത പ്രക്ഷോഭം നേപ്പാൾ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും പടിയിറക്കത്തിലേക്ക് വഴിവെച്ചിട്ടും ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്. പ്രക്ഷോഭകാരികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സർക്കാർ സ്ഥാപനങ്ങളുമെല്ലാം അഗ്നിക്കിരയാക്കി. നേപ്പാൾ പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും പ്രക്ഷോഭകർ തകർത്തിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെയും പ്രക്ഷോഭകാരികൾ തീയിട്ടു. പിന്നാലെ വീടിനുള്ളിലുണ്ടായിരുന്ന ഗനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാക്കർ വെന്തുമരിച്ചു. പ്രതിഷേധങ്ങളിൽ 22 പേരാണ് ഇതുവരെ മരിച്ചത്. നേപ്പാളിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സൈന്യം സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി. അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്ന് സൈനിക മേധാവി അശോക് രാജ് പറഞ്ഞു. പ്രക്ഷോഭകാരികൾ സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രക്ഷോഭം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജിവെച്ച മന്ത്രിമാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് സൈന്യം നടത്തുന്നത്. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഇതിനോടകം തന്നെ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടെന്നാണ് വിവരം. അതേസമയം ഒലിയുടെ പിൻഗാമിയായി ആരായിരിക്കും ഇടക്കാല പ്രധാനമന്ത്രിയാവുക എന്നത് ഒരു തന്ത്രപരമായ ചോദ്യമാണ്. ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണ കണക്കിലെടുക്കുകയാണെങ്കിൽ കാഠ്മണ്ഡുവിന്റെ മേയറായ റാപ്പർ ബലേന്ദ്ര ഷാ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്നതും ഈ 35-കാരനെ തന്നെയാണ്. ഇതിനിടെ നേപ്പാളിലെ സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തി.
നേപ്പാൾ അതിർത്തിയിൽ കർശന നിരീക്ഷണത്തിനും കേന്ദ്രം നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് അതിർത്തികളിൽ നിരീക്ഷണം നടത്തും. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നിരീക്ഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ കൂട്ടി. ബോട്ടിൽ തിരിച്ചേൽപ്പിക്കുമ്പോൾ പണം തിരികെ ലഭിക്കുന്ന രീതിയിലാണ് പരിഷ്കാരം. എന്നാൽ പരിഷ്കാരത്തോട് വിയോജിക്കുകയാണ് ഭൂരിപക്ഷം ഉപഭോക്താക്കളും. ജീവനക്കാരും പരിഷ്കാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന നിലപാടിലാണ്. പ്ലാസ്റ്റിക് കുപ്പികളിൽ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ അധികം നൽകണം ഇന്നു മുതൽ. ആ പരിഷ്കാരം സംസ്ഥാനത്തെ 20 ബിവറേജസ് ഔട്ട്ലെറ്റ് കോർപ്പറേഷന്റെ 20 ഔട്ട്ലെറ്റുകളിലാണ് ഇന്നു മുതൽ നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്തെ 10ഉം കണ്ണൂരിലെ 10ഉം. ഒരു മാസം ഇതൊരു പൈലറ്റ് പ്രോജക്ട് ഇതിൽ നടപ്പാക്കും. അത് വിജയിച്ചാൽ മറ്റ് ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ബിവറേജസ് കോർപ്പറേഷന്റെ തീരുമാനം. പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് പറയുന്നത്. 20 രൂപ അധികം വാങ്ങും. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കുന്ന മദ്യത്തിന് 20 രൂപ അധികം വാങ്ങും. പിന്നീട് അത് തിരികെ അതേ ഔട്ട്ലെറ്റുകളിൽ കൊണ്ട് തിരികെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. അങ്ങനെ തിരികെ ഏൽപ്പിക്കുമ്പോൾ 20 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുന്നതിനോട് യോജിപ്പാണ്. എന്താണ് അഭിപ്രായം? നല്ല കാര്യം. നല്ല കാര്യമാണ്. ഈ കുപ്പി തിരിച്ചു കൊണ്ടുകൊടുക്കും. ഈ കുപ്പി തിരിച്ചു കൊണ്ടുകൊടുക്കുമോ? കൊടുക്കും. ഒരു ഭാഗം അവര് പറഞ്ഞെങ്കിൽ ഒരു ചാക്ക് കൊണ്ടുകൊടുത്തത് അത്രയ്ക്ക് ഉണ്ടല്ലേ? പിന്നെ പഴയതില്ല, ഇന്നോട്ടേ ഉള്ളൂ. ഇന്നോട്ട് അപ്പൊ ഇന്നോട്ട് ഈ കപ്പി നമ്മൾ കഴിച്ചിട്ട് കൊണ്ട് കൊടുത്താ 20 രൂപ. ഒന്നും ശരിയായ കാര്യമേ അല്ല. ഒരാളിപ്പോഴത്തെ വീട്ടിൽ ഒളിച്ചു പതിഞ്ഞായിരിക്കും ഒരു കുപ്പി വാങ്ങിക്കണത്. അവൻ ഇനി അവിടെ പോയി ഒളിച്ചു പതിയും കുടിച്ചിട്ട് കുപ്പിയും കൂടെ ഒളിച്ചു പതിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം. 20 രൂപയുടെ അല്ല, ഇതൊരു വലിയ ഇത് അറിയില്ല. അതുതന്നെയാണ്, അത്തരം പ്രതികരണം തന്നെയാണ് വരുന്നത്. ഇത് ന്യായമായ തീരുമാനമല്ല എന്ന പ്രതികരണമുണ്ട്. ചില ആളുകൾ അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഈ കുപ്പി തിരിച്ചു കൊടുക്കുമോ? കുപ്പി എന്തിനാണ് തിരിച്ചു കൊടുക്കണേ? തിരിച്ചു കൊടുത്താൽ 20 രൂപ കിട്ടും തന്നെ. അത് വീട്ടിൽ ഒരുപാട് കുപ്പി കിടക്കണം. ഇത് പറയുന്നത് നടക്കാതെ. നല്ല കാര്യമാണ്. കുപ്പികൾ റോഡിൽ വലിച്ചെറിയില്ല ആരും. അവർ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമല്ലോ. അപ്പൊ 20 രൂപ കൂടുന്നതിൽ പ്രശ്നമില്ല. 20 രൂപ കൂടുന്നതിൽ പ്രശ്നമില്ല. മദ്യത്തിന് ഇനി എത്ര രൂപ കൂടിയിരുന്നാലും ആൾക്കാർ വരും, മദ്യം വാങ്ങും. തിരിച്ചുകൊണ്ട് കൊടുക്കുമോ? അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. കാരണം എല്ലാ ജനങ്ങളും തിരിച്ചു കൊടുക്കും. ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം എന്റെ പൈസയല്ലേ പോയേ. എന്റെ 20 രൂപ പോയപ്പോഴത്തേക്ക് എനിക്കത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് തിരിച്ചു വാങ്ങണം. ആ പൈസ തിരിച്ചു വാങ്ങണമെങ്കിൽ ഞാൻ ആ സാധനത്തിന് സേഫ്റ്റി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ എത്ര കുപ്പിയാണ് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള സീൽ വെച്ചിട്ടുള്ളത്, അത് എന്റെ കയ്യിൽ എത്ര കുപ്പിയുണ്ടോ അത്രയും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കാശ് മേടിക്കും. ഇതിപ്പം വാങ്ങിച്ചിട്ട് പോയൊരു കുപ്പിയായിട്ട് തിരിച്ചു വരത്തില്ല. അപ്പൊ അവർക്ക് അത്രയും കൂടെ ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കാം. ആ ഒരു മാർഗമാണ് അവർ സ്വീകരിക്കുന്നത്. ഇനിയിപ്പോ അടുത്തത് സഞ്ചി തരാൻ പോവുകയാണ്. സഞ്ചി വരുമ്പോൾ അതിനും കൂടെ പൈസ കൊടുത്ത് വാങ്ങിച്ചോണം. അപ്പൊ അത്രയും കൂടെ പൈസ അവരുടെ ഖജനാവിലേക്ക് കയറും. പാവപ്പെട്ടവര് ഒരു ക്വാർട്ടർ അടിക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ ആ പൈസ കാണുള്ളൂ, വാങ്ങിക്കാൻ പറ്റില്ല, തിരിച്ചു പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. നല്ല തീരുമാനമല്ല. അല്ലല്ല, വളരെ മോശമായ തീരുമാനമാണ്. പെട്ടെന്ന് അങ്ങനെ സ്വാഗതം ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഗവൺമെന്റ് ഒരു ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതായതുകൊണ്ട് ജീവനക്കാർ അതിനോടൊപ്പം നിന്നുകൊടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ 20 രൂപ നമ്മളെ ബില്ലിലൂടെ അല്ലാതെ വരുന്ന എമൗണ്ട് ആയതുകൊണ്ട് പല വിധത്തിലുള്ള തർക്കങ്ങളും പ്രയാസങ്ങളും തുടക്കത്തിൽ നല്ല രീതിയിൽ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? രാവിലെ തന്നെ ഒത്തിരി വഴക്കുകളും തർക്കങ്ങളും നടന്നു. പക്ഷെ നമുക്കവരെ കൃത്യമായിട്ട് ബോധിപ്പിച്ചെടുക്കുന്നതിൽ പ്രയാസമുണ്ടാവും. മാധ്യമങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇനി മുതൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ, മദ്യക്കുപ്പികളിൽ ഒരു ഹോളോഗ്രാം പതിക്കും. അതിനായുള്ള ഹോളോഗ്രാം സ്റ്റിക്കറൊക്കെ ഇവിടെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ജീവനക്കാർക്ക് ഇത് ഇരട്ടി ജോലിയാണെന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ആൾ മദ്യം വാങ്ങാൻ എത്തുമ്പോഴും ഈ റോളിൽ നിന്ന് ഒരു സ്റ്റിക്കർ എടുത്ത് ആ കുപ്പിയിൽ ഒട്ടിക്കണം. ആ കുപ്പിയിൽ പതിച്ച ശേഷം മാത്രമേ ആളുകൾക്ക് കൊടുക്കാൻ കഴിയൂ. 20 രൂപ അധികം വാങ്ങുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അത്തരമൊരു രീതി ഉള്ളത്. ഇങ്ങനെ ഈ സ്റ്റിക്കറുകൾ 20 രൂപ എന്ന് എഴുതിയ സ്റ്റിക്കർ എടുത്ത്, ഹോളോഗ്രാം അടങ്ങിയ സ്റ്റിക്കർ എടുത്ത് ഇങ്ങനെ കുപ്പിയിൽ പതിച്ചു കൊടുക്കണം. വലിയ തിരക്കൊക്കെ വരുമ്പോൾ എങ്ങനെ ഇത് കൊടുക്കുമെന്ന ചോദ്യമാണ് ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ പൊതുവിൽ ഉന്നയിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കറിയാം, പലപ്പോഴും വലിയ ക്യൂ ഈ ഔട്ട്ലെറ്റുകളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ആ രീതിയിൽ ഒട്ടിക്കുക അത്ര എളുപ്പമല്ല. തിരക്കില്ലാത്ത സമയത്ത് സ്വാഭാവികമായും ഇത്
ഒട്ടിച്ചു പോകാനുള്ള സമയം ജീവനക്കാർക്ക് കിട്ടും. തിരക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടാകും. ഇതേ രീതിയിൽ ഇതേ ഔട്ട്ലെറ്റിലേക്ക് തന്നെ തിരികെ വന്ന് ഇത് വാങ്ങണം, കുപ്പി തിരിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രം 20 രൂപ കിട്ടൂ എന്നുള്ളത് കൂടിയാണ് ആളുകൾക്ക് പലപ്പോഴും പ്രയാസമുണ്ടാക്കുന്നത്. വലിയ എതിർപ്പുകളും ഒക്കെ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലൊരു പദ്ധതിയാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രം കണ്ടറിയാം. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട് വെള്ളയിൽ 40-കാരന്റെ മൃതദേഹം ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ്. ഈ മാസം 6-നാണ് തോണിച്ചാൽ സ്വദേശി അസീം മരിച്ചത്. മരണത്തിൽ കുടുംബം സംശയം പ്രകടിപ്പിച്ചതോടെയാണ് ഖബർ തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. സത്യം പുറത്തുവരണമെന്ന് അസീമിന്റെ കുടുംബം പ്രതികരിച്ചു. തിരുവോണ ദിവസമായ 5-ന് വൈകുന്നേരമാണ് സുഹൃത്ത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ അസീമിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിനുശേഷം രാത്രി മുഴുവൻ ഉറങ്ങിയെങ്കിലും പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഉറക്കമുണരാതെ വന്നതോടുകൂടി ആ കുടുംബം അസീമുമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അവിടെ ചികിത്സയിലിരിക്കെയാണ് മരണമുണ്ടായത്. തലച്ചോറിലെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഈ ശസ്ത്രക്രിയ അടക്കം നടത്തുന്നതിന് മുന്നോടിയായി CT സ്കാൻ എടുത്തപ്പോഴും തലച്ചോറിൽ രക്തം കെട്ടിനിൽക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ മരണശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കിയാണ് കുടുംബത്തിന് ഈ മൃതദേഹം കൈമാറിയത്. വീട്ടിലെത്തിയ ശേഷം അധികം വൈകാതെ സംസ്കാരത്തിന്റെ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് കുടുംബത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്നത്. പ്രത്യേകിച്ചും അസീമിന്റെ കാലിലും നെഞ്ചിലും തലയിലുമൊക്കെയായി ചില പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സംശയം എന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ഞിന്റെ അവിടെ ഒരു പാടുണ്ടായിരുന്നു, പിന്നെ വലത്തെ കൈയിന്റെ മസിലിന്റെ അവിടെ ഒരു ചുവന്ന അടിയാളം, മുഖത്ത് 2 പാടും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി? അങ്ങനെയാണ് പോലീസിന് കേസ് എടുത്തത്. പിന്നെ തലയിൽ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഈ ആശുപത്രി ചെന്ന ശേഷം എങ്ങനെയായിരുന്നു ഉപ്പയുടെ അവസ്ഥ? കണ്ണ് തുറക്കണില്ല, സംസാരിക്കണമില്ല, ശ്വാസം വലിക്കണുണ്ട്, കൈ പൊക്കണുണ്ട്, അത്ര പറ്റണുള്ളൂ. സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതാണ്? സർജറിക്ക് ഒരുക്കം എടുത്തിട്ട് മുടി ഷേവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് റെഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകണത്. സ്ട്രക്ചറിൽ തന്നെ സ്പീഡിൽ കൊണ്ടുപോയി. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഷോക്കായിട്ടിരുന്ന് അങ്ങനെ തന്നെ ഇരുന്ന്. ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലും ഈ ചില പ്രശ്നങ്ങൾ ഈ മദ്യപിക്കാൻ പോയ ഇടങ്ങളിൽ അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ഉണ്ടായതായി കുടുംബത്തിന് സംശയമുണ്ടായി. ഇതേ തുടർന്നാണ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകുകയും മൃതദേഹം ഖബർസ്ഥാനിൽ നിന്നും പുറത്തെടുത്ത് വീണ്ടും പരിശോധന നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിരിക്കുകയാണ്. ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൈക്കൊള്ളുന്നതിനാണ് പോലീസ് തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. ആരുടെ കൂടെയാണ് മദ്യപിക്കാനായി പോയത്, മദ്യപിച്ച ശേഷം പിന്നീട് എന്താണ് സംഭവങ്ങളുണ്ടായത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ത് കാര്യങ്ങളൊക്കെ ആവും ഇനി പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാവും അന്വേഷണം പുരോഗമിക്കുക. എന്തായാലും ഈ മർദ്ദനത്തിൽ ആണ് മരണമടഞ്ഞത് എന്നടക്കമുള്ള ആരോപണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മുത്തൂറ്റിന്റെ 300 കോടി രൂപയുടെ കടപ്പത്രം ഇഷ്യൂവിന് മികച്ച പ്രതികരണം. അവസാന ദിനത്തിൽ ആകെ ഇഷ്യൂവിന്റെ 2 മടങ്ങിലധികം അപേക്ഷകളാണ് ലഭിച്ചത്. 2025 ഓഗസ്റ്റ് 18-നാണ് കടപ്പത്ര വിതരണം ആരംഭിച്ചത്. 9% മുതൽ 10.50% വരെയുള്ള കൂപ്പൺ നിരക്കുകളും 18, 24, 36, 60 മാസ കാലാവധികളുമാണ് ഉള്ളത്. ICRAയുടെ സ്റ്റേബിൾ റേറ്റിംഗ് ഈ ഇഷ്യൂവിനുണ്ട്. സ്ഥാപനത്തിൽ നിക്ഷേപകർക്കുള്ള വിശ്വാസമാണ് ദൃശ്യമാകുന്നതെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,390 രൂപ, പവന് 67,120 രൂപ. വെള്ളി ഗ്രാമിന് 137 രൂപ, കിലോഗ്രാമിന് 1,37,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.